ഭരണി നക്ഷത്രക്കാർ പൊതുവെ നല്ല പാഷനേറ്റ് ആയിട്ട് ഉള്ള വ്യക്തികളാണ്. നല്ല ഇൻറ്റൻസ് പേഴ്സണാലിറ്റി ഉള്ളവരാണ്. സ്നേഹിച്ചാൽ മുഴുവനായിട്ട് സ്നേഹിക്കും. ശരിയും തെറ്റും വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാം. പക്ഷേ ഇമോഷണൽ കൺട്രോൾ കുറവാണ്. അതുകൊണ്ട് എടുത്തു ചാടി പലതും നിങ്ങൾ ചെയ്യാറുണ്ട്. ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവെ ശരിയും തെറ്റും പെട്ടെന്ന് തന്നെ അറിയാം. പക്ഷേ ഇമോഷണൽ കൺട്രോൾ കുറവാണ്. അതുകൊണ്ട് എടുത്തു ചാടി പലതും നിങ്ങൾ ചെയ്യാറുണ്ട്. നിങ്ങളുടെ പെയിന്, ആങ്കർ, സൈലൻസ് ഇതെല്ലാം ഒരേ പാറ്റേണിലായിരിക്കും ശരിക്കും പറഞ്ഞാൽ പോവുക. ആദ്യം വേദന വരും, പിന്നെ ദേഷ്യം വരും, പിന്നെ പെട്ടെന്ന് സൈലൻ്റ് ആവും. ഇങ്ങനെ ആയിരിക്കും കൂടുതൽ നിങ്ങൾ ഉണ്ടാവുക. ആരെയും കോപ്പി ചെയ്യില്ല. നിങ്ങളുടെ മാത്രം റൂളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. സെക്സ്, ലവ്, പവർ, മണി എല്ലാം എക്സ്ട്രീം ലെവലിൽ നിങ്ങൾ സാധാരണ അനുഭവിക്കും. അതുമാത്രമല്ല, നിങ്ങൾ എന്തായാലും ബിട്രയൽ ഫോർഗീവ് ചെയ്യില്ല. ആരെങ്കിലും ചതിച്ചാൽ അത് ഒരിക്കലും മറക്കില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ റിവഞ്ച് എടുക്കാനും സാധ്യത വളരെ കൂടുതലാണ്. ഭരണി നക്ഷത്രക്കാർ ശക്തരാണ്, പക്ഷെ അവരുടെ ഉള്ളിലെ വേദന ആരും കാണാറില്ല. 2025 ഡിസംബറിൽ പഴയ ബന്ധങ്ങൾ, മെമ്മറീസൊക്കെ വീണ്ടും തലയിൽ കയറി. ഞാൻ എവിടെയാണ് പിഴച്ചത് എന്നൊരു സെൽഫ് ക്വസ്റ്റ്യനിങ്ങും ഡിസംബറിലുണ്ടായിരുന്നു. ട്രസ്റ്റ് ഇഷ്യൂ, എസ്പെഷ്യലി റിലേഷൻഷിപ്പ്, ഫാമിലി സൈഡ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. കരിയറും സാമ്പത്തികവും നോക്കുകയാണെങ്കിൽ വർക്ക് പ്രഷർ, ഡിലേ, കൺഫ്യൂഷൻ, ചിലർക്ക് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ്, ഫൈന്, ലോസ്, എഫേർട്ട് ഉണ്ടായിരുന്നു പക്ഷെ റിസൾട്ട് ഉണ്ടായിരുന്നില്ല. റിലേഷൻഷിപ്പിൽ ഡിസ്റ്റൻസ് ആയി, ഈഗോ, സൈലൻസും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരാൾ വളരെ മിസ് ചെയ്തെങ്കിലും പറയാതെ ഇരുന്നു. ഇനി ഇങ്ങനെ ഇമോഷണലായി തകർന്നിരിക്കില്ല എന്നുള്ള വിചാരമൊക്കെ എടുത്തിട്ടുണ്ടാവും. നിങ്ങൾ വേണിച്ച ആ സ്ഥലത്തുനിന്ന് തന്നെ പോയിട്ടുണ്ടാവും. പക്ഷേ ജനുവരി മാസത്തിൽ ചെറിയ ഒരു പവർ ഷിഫ്റ്റ് ഉണ്ടാവും. ജനുവരി സെക്കൻഡ് ഹാഫ് മുതൽ ഒരു കൺട്രോൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇൻ്റർവ്യൂ, പുതിയ റെസ്പോൺസിബിലിറ്റി, റോൾ ക്ലാരിറ്റി ഒക്കെ നിങ്ങൾക്ക് നല്ലതാണ്. ജോലി മാറാൻ നോക്കുന്നവർക്ക് നല്ല ക്ലിയർ സിഗ്നലാണ്. സ്വന്തം കഴിവ് റെക്കഗ്നൈസ് ചെയ്യപ്പെടും. ഒരു ഡിസിഷൻ എന്താണ്, കൺഫ്യൂഷൻ എന്തായാലും ക്ലിയർ ആകും. ഫൈനാൻസ് നോക്കുകയാണെങ്കിൽ ചെറുതാണെങ്കിലും നല്ല പൈസ തന്നെ വരും. പെൻഡിങ് മണി അതൊക്കെ തിരിച്ച് കിട്ടും. സപ്പോർട്ടും കിട്ടും. ലോണ് എടുക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ അവോയ്ഡ് ചെയ്യണം. ജനുവരി അവസാനമാകുമ്പോൾ എന്തായാലും ഒരു പൈസ എന്തായാലും കയ്യിലേക്ക് വരും. പ്രണയത്തിലും റിലേഷൻഷിപ്പിലും ഐലൻഡായി റീകണക്റ്റ് ആവാൻ സാധ്യത വളരെ കുറവാണ്. മെസ്സേജൊക്കെ അയക്കുകയായിരിക്കും, പക്ഷേ എന്തായാലും അതിന് മുന്നോട്ട് പോകാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. അയാളുടെ തോട്ട്, സ്വപ്നത്തിലൊക്കെ അയാൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മാരീഡും അല്ലെങ്കിൽ കമ്മിറ്റഡും ആണെങ്കിൽ ഈഗോ ക്ലാഷ് എന്തായാലും കുറയും. ഇമോഷണലി ഹോണസ്റ്റി എന്തായാലും വരും. ജനുവരിയിൽ നിങ്ങൾ എന്തായാലും കൺട്രോൾ ചെയ്യുന്നതല്ല, കണക്ട് ചെയ്യുന്നതാണ് ലവ് എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കും. ദേഷ്യവും കുറച്ച് കൺട്രോളിലാവും. ഉറക്കം സ്വാഭാവികമായിട്ട് നോർമലാവും. ഇന്നർ സ്ട്രെങ്ത് ഉണ്ടാവും. ഞാൻ വീക്കല്ല എന്നൊരു റിയലൈസ് നിങ്ങൾക്ക് ജനുവരിയിലുണ്ടാവും. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ വെള്ള അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് യൂസ് ചെയ്യുക. വെള്ളിയാഴ്ചകളിൽ അമ്മയ്ക്കോ അല്ലെങ്കിൽ വേറെ സ്ത്രീകളെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. സ്ത്രീകളാണെങ്കിൽ വേറെ ആർക്കോ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യവുമില്ല.